നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചേന ഉപ്പേരി റെസിപ്പി ആയിട്ടാണ്. സദ്യയിൽ 4 തരം വറവുകളാണ് ഉണ്ടാവുക: കായ, ചേന, മുളക്, ശർക്കര ഉപ്പേരി. ചേന ഉപ്പേരി, ചേന കൊണ്ടാട്ടം എന്നൊക്കെ ചില നാട്ടിൽ ഓരോ രീതിയിലാണ് പറയാറ്. അപ്പം നമുക്ക് ചേന ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചേന ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചേന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ചതുര കഷ്ണമായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു അളവിലാണ് ഞാൻ കട്ട് ചെയ്തത്. ചതുര കഷ്ണമായിട്ട് വളരെ നേരത്തെ രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുക. എന്നിട്ട് വീണ്ടും കഴുകിയിട്ട് വെള്ളമൊന്നുമില്ലാതെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലും കട്ട് ചെയ്തെടുക്കാം. കുറച്ച് നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ചേനയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം എടുത്താൽ മതി. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി നന്നായി വൃത്തിയാക്കി വെച്ച ചേന ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ നമ്മുടെ സാധാരണ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഉപ്പ് നമ്മൾ ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഉപ്പിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് സ്പൂണ് വെച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് ഇങ്ങനെ തന്നെ ഒന്ന് അടച്ച് വയ്ക്കുക. കാരണം ഉപ്പും മുളകൊക്കെ ആ ചേനയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ചിലർക്ക് ചേന കട്ട് ചെയ്യുന്ന സമയത്ത് കയ്യിൽ പരിപരിപ്പെല്ലാം ഉണ്ടാവും. ചിലർക്ക് ചൊറിയൊക്കെ ചെയ്യും. ആ ഒരു സമയത്ത് നമ്മൾ കൈക്ക് കുറച്ച് വെളിച്ചെണ്ണ തടകിക്കഴിഞ്ഞാൽ അതിൻ്റെ ചൊറിച്ചിലൊക്കെ ഇല്ലാതാവും. അതുപോലെ തന്നെ ചേന നമ്മൾ വേവിക്കുന്ന അല്ലെങ്കിൽ തിളപ്പിക്കുന്നൊക്കെ സമയത്ത് ഈ ചൊറിച്ചിൽ പോകുന്നൊക്കെയാണ് പണ്ടില്ലവർ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ വറുത്ത് കോരാം. വറവിന് വേണ്ടിയിട്ടുള്ള എണ്ണ നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേന ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കെയറായിട്ട് നിൽക്കുക. കാരണം നമ്മുടെ ഉപ്പ് ഇതിലിട്ടതുകൊണ്ട് എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് കുറച്ച് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ദൂരെ നിന്നിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്ലെയിം വയ്ക്കേണ്ടത് നമ്മൾ ഇടുന്ന സമയത്ത് കുറച്ച് മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കുക. ജസ്റ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ചിലർക്ക് നന്നായിട്ട് നമ്മുടെ കായ ഉപ്പേരിയൊക്കെ ഉണ്ടാകുന്ന പോലെ കറുമുറ കഴിക്കാനൊക്കെ ഇഷ്ടം. ചിലർക്ക് കുറച്ച് സോഫ്റ്റായിട്ട് കഴിക്കാനൊക്കെ ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എണ്ണയിൽ നിന്നും വറുത്ത് കോരണം. നമ്മുടെ ചേനയിൽ ധാരാളം ജലാംശം, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, നാരുകൾ, അന്നജം, ഫോസ്ഫറസ്, കാൽസ്യം, അതുപോലെ തന്നെ ഇരുമ്പ്, ജീവകം, തയാമിൻ തുടങ്ങിയവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചേന ഒരു സമീകൃത പച്ചക്കറി എന്നൊക്കെ പറയാം. ചേനയെ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ചേന വറവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചേന ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും വറുത്ത് കോരാം. ഇതൊരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇടുവാണെങ്കിൽ ബാക്കി ഉണ്ടാകുന്ന എണ്ണയൊക്കെ അത് അബ്സോർബ് ചെയ്ത് എടുത്തോളും. നിങ്ങൾക്ക് ഈ ചേന ഉപ്പേരിക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചേർത്ത മുളക് പൊടി ഒഴിവാക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും വെച്ചിട്ട് മാത്രം നമുക്ക് ഈ ഉപ്പേരി അല്ലെങ്കിൽ ചേന ചിപ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചേനയും കൂടി നമുക്ക് വറുത്ത് കോരാം. ചേന ഉപ്പേരിക്ക് നല്ലൊരു മണവും ടേസ്റ്റും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി എണ്ണയിലിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ റെഡിയാക്കി വെച്ച ചേന ഉപ്പേരിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്തെടുത്താൽ മതി, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടി ഇടുകയാണെങ്കിൽ പ്രത്യേക ഒരു സ്മെല്ലൊക്കെ കിട്ടും. അങ്ങനെ ചേന ഉപ്പേരി അല്ലെങ്കിൽ ചേന കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കറുമുറ, നമ്മുടെ കായ ചിപ്സൊക്കെ പോലെ നല്ല കറുമുറാന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് റെഡിയാക്കിയിട്ട് ഒരു കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഓണസദ്യയുടെ കൂടെ നിങ്ങൾ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ബാക്കി വരികയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ചായേൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.